റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യത്തിൻ്റെ പഠനമാണ് നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കാൻ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പം മരണം ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നതാണ്. കൽപ്പനാലംഘനം നടന്നില്ലെങ്കിൽ മനുഷ്യൻ മരിക്കത്തില്ലെന്നാണ് വേദപണ്ഡിതന്മാർ ഒരേ ശബ്ദത്തിൽ പറയുന്നത്. മരിക്കാത്തൊരു ജീവിയായിട്ട് മനുഷ്യൻ ജീവിച്ചേനെ. കൽപ്പന ലംഘനം നടന്നതോടുകൂടി മരണം എന്ന പ്രതിഭാസത്തിലേക്ക് അവൻ വഴുതി വീണു. മരണം ദൈവം അവന് കൽപ്പിച്ചു കൊടുത്തു. അത് മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. സ്നേഹിതന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, കുഞ്ഞുകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് കരഞ്ഞാൽ ഒന്നും കാര്യം നടക്കത്തില്ല. കരയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതവുമായി സ്വീകരിച്ച് കർത്തൃത്വം ചെയ്യാൻ തന്നെ അനുവദിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരു ദൈവവൈദ്യനായി ജീവിച്ച് ദൈവപ്രമാണം അനുസരിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും. അങ്ങനെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചാൽ മാത്രമേ സ്വർഗരാജ്യം കിട്ടത്തുള്ളൂ. ഈ സനാതന സത്യത്തിൽ നിന്ന് മനുഷ്യനെ സാത്താൻ തെറ്റിച്ച് അനേക മതങ്ങളുണ്ടാക്കി. മതമെന്ന മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് ഒരു ചിന്തകൻ പറഞ്ഞ് ഞാൻ ഓർത്തുപോയി. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരു മാർഗമാണ്, ക്രിസ്തുവിൻ്റെ മാർഗമാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, ക്രിസ്തുവിൻ്റെ മാർഗമാണ്. മറ്റതൊക്കെ മതങ്ങളാ. സാത്താൻ തെറ്റിച്ചിട്ടിരിക്കുക മനുഷ്യനെ. ഇവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ കിടന്ന് കരയുന്ന ഓർക്കുമ്പോൾ നമ്മുടെ ചങ്ക് തകരുക. പരിഹസിക്കല്ല ദൈവമക്കളെ, അവരുടെ വേദന കൊണ്ട് അവർ കരയുന്നു. അവർ മരിക്കട്ടെ, കുഴപ്പമില്ല. ഈ മരിച്ചിട്ട് അവർ എവിടെ പോകുന്നു എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ചങ്ക് തകരുന്നത്. ദൈവമേ, ക്രിസ്തുവിനെ കൂടാതെ മരിച്ചു പോകുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാനിവിടെ പിടഞ്ഞു വീണ് മരിച്ചാൽ എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. എനിക്കൊരു ചുക്കുമില്ല. എനിക്കറിയാം എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ സ്ഥിതിയിലേക്ക് ചേർക്കപ്പെടുമെന്ന്. ഞാൻ അതിനു വേണ്ടിയാണ് കിടന്ന് അക്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ നിത്യതയിൽ ചെല്ലണമെന്നുള്ളത് എനിക്ക് കഠിന ശപഥമാണ്, എൻ്റെ നിർബന്ധമാണത്. ഞാൻ അതിനു വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ് പ്രിയമുള്ളവരെ. കാരണം സ്വർഗത്തിലെ ജീവിതം എത്ര വർഷം? കോടാനുകോടി. നരകത്തിലെ ജീവിതം എത്ര വർഷം? കോടാനുകോടി. ഈ തിരിച്ചറിവ് പെന്തക്കോ സമൂഹമേ നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഈ ഭൂമി നമുക്ക് തന്നിരിക്കുന്നത്, പണ്ടാരണ്ടും പറഞ്ഞു, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പല്ല. കർത്താവിനെ കൂടാതെ നീ ഈ ഭൂമി പാർത്താൽ, ജീവിച്ചാൽ നമുക്ക് പാർക്കാൻ നരകം. അല്ല കഥ. കെടാത്ത തീയും ചാകാത്ത പുഴുവും ഉഷ്ണക്കാറ്റും തീയും ഗന്ധകവുമുള്ള ഊരിട്ടുമുള്ള നിത്യമായ നരകം. പണ്ടൊരു ഉപദേശി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. നരകത്തിലോട്ട് ഒരുത്തും ചെന്ന് കിടന്നപ്പോൾ ഈ ദേഹത്തോടി പുഴു ഇങ്ങനെ അരിച്ചുകൊണ്ട് പോവാ. പുഴു ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ. അതിൻ്റെ ഇടയിൽ കൂടെ പുഴു ഇങ്ങനെ അരിക്കുക. ഒരു മൂക്കിൽ കൂടി പുഴു കയറി ഇപ്പുറത്തെ മൂക്കിൻ്റെ താളത്തിലൂടെ ഇഞ്ചി ചാടുക. ശകലം തുറന്നു വെച്ചേ ഉള്ളൂ, ഉടനെ വായിക്കൂടി കയറി മൂക്കിൽ കൂടി വരിക. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുക ചെവി കൂടി ഒരു പുഴു ചാടുക. പിന്നെ നോക്കുമ്പോൾ പുഴു കൊണ്ടൊരു മെത്ത കിടക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. പിന്നെ ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോൾ പുഴു കൊണ്ടുള്ള നല്ല ഒന്നാം തരം സ്പെയിനിൻ്റെ പുതപ്പുകളുണ്ടല്ലോ, ആ പുതപ്പും പുഴു കൊണ്ടുള്ളത്. എല്ലാം പുഴുമയം, എല്ലാം അഗ്നിമയം. നരകത്തെക്കുറിച്ച് നമ്മൾ ശരിക്കൊന്ന് പഠിച്ചാൽ നമ്മൾ ശരിക്കും മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് എൻ്റെ ഹൃദയത്തിലെ ചിന്ത. ഞാൻ ആരെയും പറഞ്ഞ് പേടിപ്പിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യുകയല്ല. നമ്മൾ മരിച്ചാൽ നമ്മുടെ ആത്മാവ് കോടാനുകോടി വർഷം നരകത്തിൽ കിടന്ന് പുഴുവരിക്കുന്ന ഹീനമായ അവസ്ഥയാണോ നമുക്ക് വേണ്ടത്?
അതോ ലാസറിനെ പോലെ അബ്രഹാമിൻ്റെ വടിയെന്ന് വിശേഷിപ്പിക്കുന്ന പരദേശിൽ ഇരുന്ന് ദൈവവുമായിട്ടുള്ള സന്തോഷത്തിൽ, ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ നമുക്കായിരിക്കണം. അതാണോ നമുക്ക് സന്തോഷം? അങ്ങോട്ടാണോ നമ്മൾ പോകുന്നതെന്ന് എൻ്റെ മാന്യ ശ്രോതാക്കൾ പുനഃപരിശോധന നടത്തണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഈ അതുകൊണ്ടെന്നുള്ളത് പറയുമ്പോൾ റോമർ 5:1 മുതൽ 11 വാക്യം വായിച്ച് അത് വിശദീകരിച്ചിട്ട് വേണം അതുകൊണ്ട് എന്ന് പറയാൻ. പക്ഷെ എനിക്കതിന് സമയമില്ല. ദൈവമക്കൾ ക്ഷമിക്കുക. ഞാൻ ഈ മരണമെന്നുള്ള സബ്ജക്റ്റിലോട്ട് നിൽക്കുക. ഈ മരണമെന്ന പ്രതിഭാസം നമുക്കൊന്ന് കടന്നുകൂടാൻ എന്ത് വഴിയെന്നാണ് ഇന്ന് പൽക്കാലത്തെ ചിന്ത. ഒരിക്കൽ മരണം ദൈവം നിയമിച്ചു വെച്ചിരിക്കുക, അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. ശാസ്ത്രം പറയുന്നു 35-40 ആകുമ്പോൾ, 2025, 30, 35, 40 ആകുമ്പോൾ മരിച്ചുപോയ മമ്മികൾക്ക് ജീവൻ കൊടുക്കുമെന്ന്. എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. അതിനു മുമ്പ് എല്ലാത്തിൻ്റെയും ചീട്ട് ഒരുമിച്ച് കീറി കർത്താവ് വരെ എല്ലാത്തിനെയും നരകത്തിൽ തള്ളിക്കളയാനാണ് സാധ്യത. സ്തോത്രം. അതുകൊണ്ട് ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുന്നതിനെ മാറ്റാൻ ആരും ശ്രമിക്കേണ്ട. ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് തന്നെയാണ്, അതിനെ മാറ്റാൻ ആർക്കും പറ്റില്ല. പാസ്റ്റർ എന്താണ് അതിനൊരു ഉദാഹരണം പറയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളെല്ലാം കൂടി എന്ത് ചെയ്തു? ഒരു വലിയൊരു വീടുണ്ടായി, മാളിക പണിതു. വരുവിൽ നാം ചെതറിപ്പോകാതിരിക്കാൻ വലിയൊരു മാളിക പണിതു. ദൈവം എന്ത് പറഞ്ഞു? ചെതറിപ്പോയി ഭൂമിയിലെങ്ങും നിറവി. ഒരു ബ്ലെസ്സിങ് കൊടുത്തു. നേരെ തിരിച്ചാണ് ഈ കുരുത്തക്കെട്ടവന്മാർ ചിന്തിച്ചത്. ചെതറിപ്പോകണ്ട. ഇന്നും അത് തന്നെ. ദൈവം എന്ത് കൽപ്പിച്ചു അതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുമെന്ന് കർത്താവ് പഠിപ്പിച്ചത് ഇന്നെന്ത് ചെയ്യുക? അതെടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് മോശയുടെ പ്രമാണം പ്രസംഗിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാശുടെ പ്രമാണം പ്രസംഗിച്ച് കാശുണ്ടാവും, ഇഷ്ടംപോലെ കാശുണ്ടാവും. കാശിൻ്റെ കൂടെ ഒരു നരകം കൂടി കിട്ടും. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ എന്ത് കിട്ടും? കർത്താവ് പോയെടുത്ത് നമുക്ക് പോകാം. കർത്താവിൻ്റെ സ്വഭാവവും കർത്താവിൻ്റെ മനസ്സും, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവർ, ഈ 3 കാര്യം ഉപദേശത്തിലൂടെ പഠിച്ച് നമുക്കുണ്ടായാൽ കർത്താവ് ഇരിക്കുന്നിടത്ത് നമുക്കും പോവാം. അല്ലെങ്കിൽ കർത്താവ് ഒന്ന് നമ്മളെ ചേർക്കും. ഇല്ലെങ്കിൽ ഇതൊക്കെ വെറും മിഥ്യയാണ് സഹോദരങ്ങളെ. ഞങ്ങളൊക്കെ അതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലക്ഷ്യം അതാ. ഈ ഭൂമിയിൽ ഒന്നും നേടാനില്ല, ഒന്നും നേടേം വേണ്ട. നേടിയതൊക്കെ മതി. ഇനി നേടാനൊന്നുമില്ല. നേടുന്നവർ നേടിക്കോട്ടെ, ഉണ്ടാക്കുന്നവരുണ്ടാക്കട്ടെ. എന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പലകാലം മനസ്സിലാകേണ്ടത് ഈ മരണമെന്ന പ്രതിഭാസത്തെ മറികടന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യമായ രാജ്യം പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. എന്തിനാണ് നമ്മളെ മുൻ നിയമിച്ചത്? അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. ആരുടെ സ്വരൂപം? യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. പ്രിയമുള്ളവരെ, നാം ഇന്നതാകും ഇതുവരെ പ്രത്യക്ഷമായില്ല. 1 യോഹന്നാൻ 3:2-3. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. യേശു ക്രിസ്തുവിനോട് സാദൃശ്യമുള്ളൊരു ശരീരം നമുക്ക് കിട്ടും. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു മഹത്വരമായ ശരീരം നമുക്ക് കിട്ടും. ആ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭാര്യയെക്കുറിച്ചുള്ള ചിന്ത വരത്തില്ല, മക്കളെക്കുറിച്ചുള്ള ചിന്ത വരത്തില്ല, കൊച്ചുമക്കളെക്കുറിച്ച് ചിന്ത വരത്തില്ല. ഇപ്പോൾ നമുക്ക് ചിന്തയുണ്ട്. നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ കുഞ്ഞെവിടെ പോകും, ഭാര്യ എവിടെ പോകും, ഭർത്താവ് എവിടെ പോകും, മക്കളെവിടെ പോകും? വലിയ വേദന ഇപ്പോൾ ഹൃദയത്തിലുണ്ട്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് സ്വർഗത്ത് പോയി, അല്ലെങ്കിൽ വിശ്രാമ സ്ഥലത്ത് പോയി, അവിടെ നിന്ന് കർത്താവ് വന്ന് നമ്മളെ ചേർത്ത് കഴിഞ്ഞാൽ, രൂപാന്തര ശരീരം കിട്ടിക്കഴിഞ്ഞാൽ, പെന്തക്കോസുകാരെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലായി. അതാകാനാണ് ഈ പറഞ്ഞു കിടന്ന് കണ്ടക്ഷോഭം ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ ജഡീകന്മാരാ. ഇത് സന്തോഷത്തോടെ വചനം സ്വീകരിക്കുക. 2 വീലറിൽ ഇരുന്നു കൊണ്ട് ജോൺ ബാബു എന്ന് പറഞ്ഞൊരു പാസ്റ്റാന്ന് തോന്നുന്നു, അദ്ദേഹം ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനത് കേട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ ഒരു വചനങ്ങളാണ് പുള്ളി പറയുന്നത്. എത്ര ഗഹനമായ നിലയിലാണ് പുള്ളി വചനം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വെച്ച് നിങ്ങൾ കേൾക്കുക.
എത്ര മനോഹരമായ വചനമാണ്. കള്ളപ്രവാചകന്മാരെ, ദുരുപദേശകന്മാരെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ട് അദ്ദേഹം ദൈവവചനം പ്രസംഗിച്ച് ജനത്തെ പ്രബുദ്ധരാക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പിതാവുണ്ടായിരുന്നു പോലും, ഞാൻ ഓർക്കുന്നില്ല, ഫിലിപ്പോസ് ഉപദേശി. അദ്ദേഹത്തിൽ നിന്നാണ് ആ ഉപദേശങ്ങളും തനിക്ക് കിട്ടിയെന്ന് പറയുന്നു. അതും സന്തോഷം. എനിക്കും അത് തന്നെ. വയോവൃദ്ധനായ 94-കാരനായ ഒരു കർത്താവിൻ്റെ ദാസനിൽ നിന്നാണ് ഈ പത്യോപദേശം പഠിക്കാനായിട്ട്. ഇന്നത്തെ പൂശാന്താടി വെച്ച പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല. അവരിത് പഠിച്ചിട്ടുമില്ല, അവർക്കിത് പഠിക്കാനും കഴിയില്ല. അവരൊക്കെ ജനത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പോയി എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നവരാരും ചാടരുതെന്ന് വിനീതമായ ഒരു അഭ്യർത്ഥന. ഈ അഭ്യർത്ഥന നിങ്ങൾ നിരസിച്ചാൽ പിന്നെ നിങ്ങളെ കാണുന്നത് നരകത്തിലേക്ക്. ഞാൻ ഉത്തരവാദിയല്ല. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അടുത്ത്, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. റോമർ 5:12 മുതൽ നമ്മൾ പഠിക്കുക. ഒരു വചനഭാഗം എടുത്ത്, ഒരു സ്ക്രിപ്ചർ എടുത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കാൻ മരണം സകല മനുഷ്യരും പറഞ്ഞിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ന്യായപ്രമാണം ഉണ്ടായിരുന്നപ്പോൾ പാപത്തെ കണക്കിട്ടു. എന്നാൽ ഇപ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. കാരണം എന്താ? ഇതെന്താ ഈ വചനഭാഗം? മർക്കോസ് 2:5-11 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. മർക്കോസ് 2:5-10. എനിക്കിതെല്ലാം കാണാതെ അറിയാവുന്ന വാക്യങ്ങളാണ്. നിങ്ങൾക്കൂടി ഇത് മനസ്സിലാകാനാണ് വായിക്കാൻ പറയുന്നത്. 10 അക്ഷരവും 10 വചനമെങ്കിലും ഉള്ളിലോട്ട് കയറട്ടെ, അതിനു വേണ്ടിയാണ്. വായിച്ചു. മർക്കോസ് 2:5, അത് കഴിഞ്ഞ് 10. മകനെ, നിന്റെ പാപങ്ങൾ, പാപമോചനം യേശു ക്രിസ്തുവിലൂടെ ലോകത്തുള്ള സകലർക്കും കിട്ടി. ശ്രദ്ധിക്കണേ, പഴയ നിയമത്തിലോ കിട്ടിയില്ല. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പാപം മറക്കുകയായിരുന്നു. ഏതിലൂടെ? യേശു ക്രിസ്തു വരുന്നത് വരെ അറുത്തു കൂട്ടിയ ആട്ടിൻകുട്ടിയും കോലാട്ടിൻകുട്ടിയും, പിന്നെ ചെമ്മരിയാടും, പിന്നെ പ്രാവും കുഞ്ഞും മാവ് പൊടിയും, ഇതെല്ലാം പാപത്തെ മറയ്ക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ചില കർമ്മങ്ങളായിരുന്നു. അതാ ഇന്ന് പലരും ഒക്കെ ജാതികളായിട്ടുള്ളവരൊക്കെ ചെയ്യുന്നത്. ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും യഹൂദ മതത്തിൽ പോലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുക. യഹൂദന്മാർ യാഗം കഴിക്കുന്നില്ല, അത് വേറെ കാര്യം. യഹൂദന്മാരുടെ വിഷയം വേറെയാണ്. മറ്റുള്ള ഇതര ജാതികൾ, യവനായക്കാരെല്ലാം പാപപരിഹാരത്തിന് വേണ്ടി ഇപ്പോഴും യാഗം നടത്തുക. വടക്കേ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ആയിരക്കണക്കിന് ജനത്തെ അവിടെയുള്ള നാട്ടുകാരോ ആൾക്കാരെന്താണ്ട് ബലാത്സംഗം ചെയ്ത് തല്ലിക്കൊന്നു. അത് പെണ്ണുങ്ങളാണ് കൂടുതൽ. ഇവിടെ ആർക്കും, ഒരു ഹിന്ദു വേദിക്കും ഒരു ഹൈന്ദവനും ഒരു വേദനയും ഒരു പ്രയാസവും ഇല്ല. അവരതിനെക്കുറിച്ച് മിണ്ടുന്നു പോലുമില്ല. ഇവിടെ കന്യാസ്ത്രീമാരെ പീഡിപ്പിക്കുകയും പാസ്റ്റർമാരെ പിടിച്ചിട്ട് പീഡിപ്പിക്കുകയും പിന്നെ വിശ്വാസികളെ എന്ത് ചെയ്യുക, തല്ലാനും കൊല്ലാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതും ഒരു വചനത്തിൻ്റെ നിവൃത്തിയാണ്. അന്ത്യകാലത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വചനത്തിലുണ്ട്. അതുകൊണ്ട് പാസ്റ്റർമാരും വിശ്വാസികളും കന്യാസ്ത്രീമാരും അച്ഛന്മാരെല്ലാം ശ്രമിക്കേണ്ടത് ദൈവവചനം അനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് ആത്മശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവിനെ ആരാധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് ആദിമ ശിഷ്യന്മാരെ പോലെ നല്ല ഒരു ആത്മീയ നിലവാരത്തിലേക്ക് അച്ഛന്മാരും കന്യാസ്ത്രീമാരും പാസ്റ്റർമാരും വിശ്വാസികളും വരുവാൻ ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. എനിക്കത് പറയാനേ പറ്റുള്ളൂ. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ തല എപ്പോൾ പോകുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെയൊക്കെ എപ്പോഴാണ് തെരുവിൽ കുത്തി വീഴ്ത്തുന്നത് എനിക്കറിയത്തില്ല. ഇതൊക്കെ എപ്പോഴും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒറ്റ കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്താ? ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മളാരും വിചാരിക്കരുത് നമുക്ക് കുറച്ചാളുകൂടി സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ. ആരും ചിന്തിക്കരുത്. നാളെ നമ്മൾ ഈ തെരുവിലിട്ട് സുവിശേഷ വിരോധികൾ തല്ലി കൊല്ലുമെന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ പണ്ട് ഗൾഫിലായിരുന്ന സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു, വേദപുസ്തകം കൊണ്ട് കേരളത്തിലെ തെരുവീതിയിലൂടെ നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരില്ലെന്ന് ആര് കണ്ടു? ഇപ്പം ഏകദേശമൊക്കെ
ആ നിലവാരത്തിൽ വന്നുകൊണ്ടിരിക്കുക. കപടഭക്തന്മാരായിട്ടുള്ള വിശ്വാസികളെല്ലാം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം, നിന്റെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ഉപദ്രവങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും മരണത്തിൻ്റെ നിഴലുകൾ വരെ നിന്റെ മുൻപിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഉഴപ്പൊക്കെ മാറ്റി നല്ല കറതീർന്ന ഒരു ദൈവപൈതലായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് നല്ല ആത്മശക്തി പ്രാപിച്ച് നല്ല ദൈവകൃപ പ്രാപിച്ച് ഏത് സമയത്തും എന്ത് പ്രതിസന്ധി വന്നാലും നേരിടാനുള്ള ഒരുക്കമുള്ളവരായി, നല്ല കറതീർന്ന ഭക്തന്മാരായി, നല്ല ആത്മശക്തിയുള്ള വിശ്വാസികളായി, സഹോദരി സഹോദരന്മാരായി നമ്മൾ തീർന്നില്ലെങ്കിൽ നമ്മൾ ഈ ശത്രുക്കളുടെ മുൻപാകെ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. യാതൊരു സംശയമില്ല. പണ്ടൊരു ആശാരി ഉപദേശി ജീവിച്ചിരുന്നു. ആശാരിയെ കൊല്ലാൻ വേണ്ടി സുവിശേഷ വിവരികൾ ഒത്തിരി നോക്കി, നടന്നില്ല. ആശാരിക്ക് ആശാരി മാത്രമേ ഉള്ളൂ. ഏത് കൊല്ലാൻ പോകുന്നവൻ്റെ മുമ്പിൽ സുവിശേഷം വിളിച്ചു പറയാനുള്ള ആർജവം ആ പാസ്റ്റർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും നല്ലൊരു ആത്മീയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിലും സന്തോഷമേയുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിനാണ് ഇത് പറയാനിടയായി തീർന്നത്? പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി നിൽക്കുമ്പോൾ പാപം നിലനിന്നിരുന്നു. ആ പാപത്തെ യാഗം കഴിച്ച്, സങ്കീർത്തനം 50:5, യാഗം കഴിച്ച നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. അവർ പാപം ചെയ്തുകൊണ്ടിരിക്കുക, യാഗം കഴിക്കും. യാഗം കഴിച്ച് അവർക്ക് രക്ഷപ്പെടാം. അതാ സങ്കീർത്തനം പറയുന്നേ. നമുക്കിപ്പോൾ എന്ത് യാഗമാണ് കഴിക്കണ്ടേ? നമ്മുടെ യാഗം എന്താ അറിയില്ല. എവിടെ പൊലപ്പുണ്ടോന്നറിയാം, ഇതറിയത്തില്ല. റോമാലേഖനം 12:1, സൗരന്മാരെ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ദൈവസനിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന യാഗപീഠത്തിൽ നമ്മൾ സമർപ്പിക്കുക എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ക്രിസ്തുവിന്റെ യാഗപീഠത്തിൽ എന്ത് ചെയ്യുക? ആക്ഷരിക യഹൂദൻ യാഗം കഴിപ്പിച്ചതുപോലെയല്ല, നാം നമ്മെ തന്നെ എങ്ങനെയാ സമർപ്പിക്കുന്നത്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ, പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങളെ പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തിന്റെ യാഗപീഠത്തിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നമ്മുടെ പാപ സ്വഭാവങ്ങളെല്ലാം വെന്തരിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി തീരുക. അപ്പോൾ ആത്മീയ യാഗം അവിടെ നടക്കുക. ഈ കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാകാതെ പോയാൽ വലിയ അബദ്ധങ്ങളൊക്കെ, എന്ത് മണ്ടത്തരങ്ങളൊക്കെയാണ് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നത്. അതിനാണ് ബൈബിൾ കോളേജിൽ ഡോക്ടറേറ്റും റവറൻഡ് പട്ടവും പിന്നെ PhD-യും MTH-ഉം അങ്ങനെയുള്ള വലിയ വലിയ മാസ്റ്റർ ബിരുദങ്ങൾ കൊടുത്ത് പാസ്റ്റർമാരെ പടച്ചു വിടുക. പറയുന്ന മുഴുവൻ ലോകോത്തര മണ്ടത്തരങ്ങളാണ്. ചെറുതാണെങ്കിൽ നമുക്ക് സഹിക്കാം. നമ്മുടെ യാഗം ആത്മീയ യാഗമാണ്. നമ്മുടെ യാഗപീഠം കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ യാഗവസ്തു നാം തന്നെയാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സമ്പൂർണ്ണമായി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ സമർപ്പിച്ച് പാപം ചെയ്യാതെ നീതിയിൽ ജീവിക്കുവാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ യാഗം ക്ലിയർ ആവുക ചെയ്യും. എന്നിട്ട് പിന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഓരോ ദിവസവും പാപം ചെയ്യാതെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. പഞ്ചേന്ദ്രിയങ്ങൾ പാപം ചെയ്യാതെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ, നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും? വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തിന്റെ അന്തമാണ് നിത്യജീവൻ. ഇതൊക്കെ എന്നാ മനസ്സിലാക്കണേ? മറന്നുപോലും ഇതൊക്കെ. പാപം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലജ്ജ. അതിന്റെ ഫലം മരണം. നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതിന്റെ ഫലം വിശുദ്ധീകരണം. അതിന്റെ അന്തം ഒന്നിനെടുത്ത് വായിക്കാം. നിങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ച് വായിലെ വെള്ളം പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിലെ ഈ ഭാഗം പഠിക്കാതെ ഒരു വിശ്വാസികൾക്കും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ 17 തൊട്ട് വായിക്കാം. എന്നാൽ ഞാൻ വായിക്കാം. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം.
അപ്പോൾ പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന എന്താ? ഓം ക്രീം കുട്ടിച്ചാത്താന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല. പിന്നെ എങ്ങനെയാ? പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാകുക. ഉപദേശം പഠിക്കാതെ പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടത്തില്ല. ഉപദേശം പഠിക്കാതെയും പഠിപ്പിക്കാതെയും പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടത്തില്ല. റോമാലേഖനം 16-ാം അധ്യായം എടുത്താട്ടെ. അതിന് 17-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായി തൊന്നപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയല്ല, നമ്മുടെ വയറ്റിനെ അത്രയും സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞുകൊണ്ട് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ഇവിടെ റോമാലേഖനം 6:17 നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം എന്ന് കാണുന്നു. റോമാലേഖനം 16:17 നിങ്ങൾ പഠിച്ച ഉപദേശമെന്ന് കാണുന്നു. ഈ രണ്ട് വാക്യങ്ങൾ കൂടി ലിങ്ക് ചെയ്തൊരു കാര്യം പറയട്ടെ. റോമാ സഭയെ ഉപദേശം പഠിപ്പിച്ചു, റോമാ സഭ അത് പഠിച്ചു. ഇന്നത്തെ ഓരോ പ്രസ്ഥാനങ്ങളിലും ഉപദേശം പഠിപ്പിക്കുന്നില്ല. അവർ സങ്കീർത്തനം പാട്ടും പാടിക്കൊണ്ടിരിക്കുക നരകത്തിലേക്ക് പോകാൻ. പുതിയ നിയമസഭയുടെ ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പഠിപ്പിക്കണം. സഭയെ പഠിപ്പിക്കാതെ സഭയ്ക്ക് നിലനിൽപ്പില്ല. സഭയ്ക്ക് കർത്താവിൻ്റെ ഒരു പോകാൻ പറ്റത്തില്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരം. സഭ കന്യക അല്ലെങ്കിൽ നിർമ്മല കന്യക അല്ലെങ്കിൽ മണവാട്ടി പദത്തിലേക്ക് എത്തുവാൻ പോകുന്ന കന്യക എന്ന് പറയുന്നതായിരിക്കും ശരി. സഭ നിർമ്മല കന്യക അല്ലെങ്കിൽ മണവാട്ടി, സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ കെട്ടിടം. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 3 പഠനങ്ങളാണ് പൗലൂസ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 3 പഠനങ്ങൾ തന്നെ വിശ്വാസികളെ തിരിച്ചും മറിച്ചും പഠിപ്പിച്ച് അവർക്ക് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കാൻ പറ്റും. ഇന്നാരും അത് ചെയ്യുന്നില്ല. ഇതൊക്കെ പ്രസംഗിച്ച വിശ്വാസി നന്നാകുമെന്ന് സാത്താൻ അറിയാവുന്നതുകൊണ്ട് സാത്താൻ ആ ഉപദേശത്തെ തടയിട്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പുതിയ നിയമ ഉപദേശത്തെ സാത്താൻ തടഞ്ഞു വെച്ചിരിക്കുക. ആ കെട്ട് പൊട്ടണമെങ്കിൽ പുതിയ നിയമം പ്രസംഗിക്കുന്ന കരുത്തന്മാരായ ശക്തന്മാരായ ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് ആത്മാവിൽ ദൈവവചനം പ്രസംഗിക്കണം. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളെടുത്ത് തലങ്ങും വിലങ്ങും ശക്തമായി പ്രഹരിപ്പിക്കുമ്പോൾ മാത്രമേ ഈ ശത്രു കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അഴിഞ്ഞു മാറുകയുള്ളൂ. മനസ്സിലായോ? സാത്താൻ ഹൃദയത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃദയത്തെ ബന്ധിച്ചിട്ടിരിക്കുക. എൻ്റെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുക. ന്യായപ്രമാണം പ്രസംഗിച്ച് പൗലൂസിൻ്റെ കണ്ണിൽ ചെതുമ്പൽ കയറി. പുതിയ നിയമം പ്രസംഗിക്കുന്ന അനന്യാസ് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പൽ എന്ത് ചെയ്തു? വീണുപോയി. അന്ന് മുതൽ പൗലൂസ് എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു. യഹൂദന്മാരെ മിണ്ടാതാക്കി. പ്രവൃത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന സത്യമല്ലേ? എന്തൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ. ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കണേ. വല്ലയിടത്തും ഊതിയിടുകയോ ഉന്തിയിടുകയോ കുരപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ ഛർദ്ദിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പാകെ കമന്നടിച്ച് വീണ് കൈകൂപ്പിക്കൊണ്ട് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നീ ഇത് പഠിച്ചോണം. സാത്താൻ്റെ പ്രവൃത്തിയാണ് ആ ഉപദേശം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്നെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പുണ്ണാക്കും നടക്കുന്നുമില്ല. ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിലുണ്ട് കൈ വലിച്ചു നിൽക്കുന്ന ഒരു കള്ള ഉപദേശി. കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എല്ലാവരും കണ്ണ് തുറന്ന് കണ്ടോണം കൈ നീട്ടാൻ പോവുകയാണ്. കൈ നീട്ടി കാല് നീട്ടി ഓം കോടീശ്വരനായി. ഹല്ലേലൂയ. എറണാകുളം പട്ടണത്തിൽ വന്നാൽ നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റും. ഹല്ലേലൂയ. അമേരിക്കയിലെ വൈറ്റ് ഹൗസ് പോലെയാ കെട്ടിടം കെട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ ഞാനങ്ങ് ആശ്വസിക്കും, നീ കുറച്ച് നാളുകൂടി അതിൽ താമസിച്ച് അങ്ങനെ സുഖിച്ചോ. അത് കഴിയുമ്പോൾ നിന്നെ തീപ്പൊയിലേക്ക് ദൈവം തള്ളിക്കളയും. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ യാതൊരു സംശയവുമില്ലെന്ന്. നീ ഇതൊക്കെ പൊതിഞ്ഞു പറയേണ്ട കാലം കഴിഞ്ഞു. സ്തോത്രം. ഇവിടെ പൗലൂസ് പറയുന്നത് ശ്രദ്ധിക്കേ. ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ വായിച്ചത്, പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപ ഹൃദയപൂർവ്വമനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി നിങ്ങളുടെ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ. റോമർ 6:17 മുതൽ 23 വരെ 1000 പ്രാവശ്യം വായിച്ചു പഠിക്കണം ബന്ധകോസുകാരെ. ഇന്നലെ കാര്യം മനസ്സിലാവത്തു.
വല്ലതുമൊക്കെ വായിച്ചാലൊന്നും കാര്യം നടക്കത്തില്ല. ഈ പുസ്തകത്തിൽ സാത്താൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുമുണ്ട്, സ്വർഗത്തിലേക്ക് പോകാനുള്ളതുണ്ട്, നരകത്തിലേക്ക് പോകാനുള്ള വഴിയുണ്ട്, ന്യായപ്രമാണത്തിലെ കാര്യങ്ങളുണ്ട്. 100 ഉപദേശ സംഹിതകൾ ഈ പുസ്തകത്തിലുണ്ട്. യോഹന്നാൻ ഒരു കുഞ്ഞു വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് പോകുന്ന ഒരുത്തനും ദൈവവുമില്ല. അപ്പൊ ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് പുതിയ നിയമസഭയ്ക്ക് വേണ്ടത്. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ് പുതിയ നിയമസഭയ്ക്ക് വേണ്ടത്. രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം, അതാണ് പുതിയ നിയമസഭയ്ക്ക് വേണ്ടത്. ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. മോശയുടെ ന്യായപ്രമാണം നിവർത്തിക്കാൻ നടക്കുക ഇന്നത്തെ പെന്തക്കോസ്തുകാര്. അത് മനസ്സിലാക്കിയാണ് PM ജോസഫ് എന്ന് പറഞ്ഞ IPCയിലെ ഒരു പാസ്റ്റർ, സങ്കീർത്തന പുസ്തകം വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ല. എത്ര നാളായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കാതെ. കാരണം അത് സങ്കീർത്തനം പ്രസംഗിച്ചോളൂ, അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ നേരമില്ല. PM ജോസഫ് പാസ്റ്റർ ക്രിസ്തുവിനെ പ്രസംഗിക്കുക ചെയ്ത്, മോശയല്ല പ്രസംഗിച്ചത്. ഞാൻ ഇഷ്ടം പോലെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ക്രിസ്തുവിൽ വളരുവാനുള്ള ഉപദേശം ആ മനുഷ്യൻ പറഞ്ഞത്. ഞങ്ങളെ പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CC ജോർജ്, പാസ്റ്റർ KE ഇബ്രാഹിം സാറ്, പാസ്റ്റർ PM ഫിലിപ്പ് അപ്പച്ചൻ, പാസ്റ്റർ ഡാനിയൽ, അങ്ങനെ പഴമക്കാരായ പല പാസ്റ്റർമാരും ക്രിസ്തുവിനെ പ്രസംഗിച്ചാണ് അവർ ജീവിച്ച് മരിച്ചത്. അവരുടെ തലമുറ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം ദുർമാർഗികളും മദ്യപാനികളും ഒന്നും പറയണ്ട, ഏറ്റവും ഹീനമായ പാപങ്ങൾ ചെയ്യുന്നവരായി തീർന്നുപോയി. എന്ത് ചെയ്യാനാ? ഭൗതികം വർദ്ധിച്ചു. ഇബ്രാഹിം സാറിന് പ്രസംഗിച്ചാൽ 2 രൂപ കിട്ടുന്നത് ഇന്നൊരാൾ പ്രസംഗിച്ചാൽ എനിക്ക് 50,000 വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നൊരാൾ പോയി ഞങ്ങളുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു ഉപദേശി പോയി ഇവിടെയുള്ളൊരു ദുരുപദേശ സംഘത്തിൽ പോയി പ്രസംഗിച്ചപ്പോൾ 50,000 പുള്ളിയുടെ പോക്കറ്റിൽ കൊടുത്തു. പുള്ളി അത് മേടിച്ച് തിന്ന് നരകത്തിലോട്ട് പോയി. പുള്ളി ചത്തും പോയി. അതോടെ എന്താ പറയുന്നത്? ഞാൻ കഴുത്തി കൈയിടുന്നിടുന്ന ആളാ. എന്ത് സങ്കടമാണെന്ന് നോക്കിയേ. പോയി കുറെ ദുരുപദേശം വിളിച്ചു പറഞ്ഞപ്പോൾ 50,000 രൂപ കൊടുത്ത് പുള്ളി വിചാരിച്ചു പുള്ള പ്രസംഗത്തിന്റെ കൊഴുപ്പാണ്. എടാ, അവര് ദുരുപദേശം പറഞ്ഞ് കാത്തുണ്ടാക്കി വെച്ചിരിക്കുക കയ്യിൽ ലക്ഷങ്ങൾ കോടികൾ. ഈ ദുരുപദേശം പ്രസംഗിക്കുന്നവരുടെ പ്രസ്ഥാനങ്ങളും അവരുടെ സഭാ നേതൃത്വങ്ങളും അവരുടെ സ്ഥാപനങ്ങളും കോടാനുകോടിയുണ്ട്. കോടാനുകോടി. മനസ്സിലായോ? കേരളം വിലയ്ക്ക് വാങ്ങാനുള്ള കാശ് ഇന്നത്തെ പെന്തക്കോസ്തുകാര് ദുരുപദേശന്മാരുടെ കയ്യിലുണ്ട്. പോക്കറ്റിൽ നിന്ന് ഫ്ലാറ്റ് എടുത്ത് കൊടുക്കുന്നവരും ഊതിയിടുന്നവരും ഉന്തിയിടുന്നവരും കൊരപ്പിക്കുന്നവരും ചിരിപ്പിക്കുന്നവരും ഛർദ്ദിപ്പിക്കുന്നവരും. ഇവിടെ നമ്മുടെ വിഷയം പാപം വിട്ടൊടിഞ്ഞ് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് സ്വർഗത്ത് പോകാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോമർ 6:19 നിങ്ങൾ ജഡത്തിന്റെ ബലിയിൽ നിമിത്തം മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നല്ലോ, നീതിയെക്കുറിച്ച് അറിയില്ലെന്നു. അന്ന് നിങ്ങൾക്ക് എന്ത് ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നതിന്. അപ്പോൾ പാപത്തിന്റെ ദാസന്മാരായി പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലജ്ജ, പാപം ചെയ്യുക പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ, അങ്ങനെ ലജ്ജ ലജ്ജ ലജ്ജ, അതിൻ്റെ അവസാനം മരണം, നിത്യമായ മരണം, നരകം. എന്നാൽ ഇപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി. പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്താ? വിശുദ്ധീകരണം. അപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഉപദേശം പഠിച്ച് അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക. പുതിയ നിയമസഭയുടെ ഉപദേശം ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ദൈവത്തിൽ നിന്ന് ഉപദേശിമാർ പറഞ്ഞു തരുന്നില്ലെങ്കിൽ നമ്മൾ വായിച്ച് പഠിച്ചനുസരിച്ച് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിക്കാന്ന് പറഞ്ഞാൽ ഉപദേശം പഠിച്ചനുസരിച്ച് കിട്ടുന്നതാണ്. സ്തോത്രം. എന്നാൽ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതി സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ, അത് നിങ്ങൾക്ക് എന്ത് ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നതന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. പാപത്തിന് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടും? നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എങ്ങനെയാണ് നീതി ചെയ്യുന്നത്? വചനം അനുസരിക്കുക, ഉപദേശം അനുസരിക്കുക, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കുക, ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിക്കുക. അനുസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഫലം വിശുദ്ധീകരണം, അതിൻ്റെ അന്തം നിത്യജീവൻ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ ഇവിടെ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, പാപം ന്യായപ്രമാണം പരലോകത്തിലുണ്ടായിരുന്നു, ന്യായപ്രമാണം ഇല്ലാതിരിക്കാൻ പാപത്തെ കണക്കിടുന്നില്ല. അപ്പോൾ പാപം ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പാപത്തിന് പരിഹാരം വരുത്തി. ന്യായപ്രമാണമോ പാപത്തെ മറച്ചുകൊണ്ടിരുന്നു. യാഗങ്ങളിലൂടെ കോടാനുകോടി ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കന്മാരെയും പക്ഷികളെയും മാവുതരിയും
കൊണ്ടുവന്ന ഒരു യാഗം നടത്തി 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 പാപത്തെ മറച്ചു കൊണ്ടിരുന്നു. ദൈവപുത്രൻ പറഞ്ഞു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു ഉയർത്തപ്പോൾ പാപത്തിന് മോചനം കിട്ടി. അല്ലെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ പാപം ക്ഷമിക്കുന്നതോടുകൂടി പാപത്തിന് മോചനമായി. പെന്തക്കോസ്ത് സമൂഹമേ, ഇനിയെങ്കിലും ഈ സത്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്നും അറിയാത്ത പൊട്ടന്മാരെ പോലെ നമ്മൾ ജീവിച്ച് ഒരു പെന്തക്കോസ്തുകാരനായി നരകത്തിൽ പോകല്ലേ. ഈ കുഞ്ഞു ഉപദേശിയുടെ ഒരു രോദനമായിട്ട് നിങ്ങൾ എടുത്തോ. ഹല്ലേലൂയ, സ്തോത്രം.